എല്ലാവർക്കും നമസ്കാരം. നോ ഇൻ ദ ബൈബിൾ എന്ന എപ്പിസോഡിൽ ഇന്ന് നമ്മൾ സംസാരിക്കുവാനായിട്ട് പോകുന്നത് ഹോശേ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. അപ്പോൾ ഈ ഹോശേ പ്രവാചകൻ എന്ന് പറയുന്ന അദ്ദേഹം ആരാണ്? അദ്ദേഹം ഇസ്രയേലിന് വേണ്ടിയിട്ട് പ്രവചിച്ചു കൊണ്ടിരുന്ന ഒരു പ്രവാചകനാണ്. എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം, ഓരോ പ്രവാചകന്മാരും ഇസ്രയേലിൻ്റെ മടങ്ങി വരവിന് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് ദൈവം കൊടുക്കുന്ന വാഗ്ദത്തങ്ങൾക്കൊക്കെ വേണ്ടി പ്രവചിച്ചു കൊണ്ടിരുന്നതാണ്. ഓരോ കാലഘട്ടങ്ങളിൽ ദൈവം ഓരോ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കും. അപ്പോൾ അവരിലൂടെ ദൈവത്തിൻ്റെ ആലോചനകൾ ഇസ്രയേൽ മക്കൾക്ക് വേണ്ടി പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ മെയിനായിട്ടും ഈ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കുന്നത് എന്തിനാണ്? അവർ ദൈവത്തിൽ നിന്നും അകന്നു പോയി കഴിയുമ്പോൾ അവരെ മടക്കി വരുത്തുവാൻ വേണ്ടിയിട്ടാണ് ദൈവം ഈ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഈ യോരോബയാം എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ കാലത്ത് ഇസ്രായേൽ മക്കൾ കൂടുതലായിട്ട് ദൈവത്തിൽ നിന്നും അകന്ന് പാപം ചെയ്യുവാനായിട്ട് പോയി. എന്ന് വെച്ചാൽ ബാൽ വിഗ്രഹങ്ങളെ ആരാധിക്കുവാനായിട്ട് പോയി. ദൈവത്തെ വിട്ട് ബാൽ വിഗ്രഹങ്ങളെ ആരാധിക്കുവാനായിട്ടൊക്കെ അവർ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവരെ മടക്കി വരുത്തുക എന്ന് വെച്ചാൽ ദൈവം തെരഞ്ഞെടുത്ത ജനമാണ്. അവരെ അങ്ങനെ വിട്ടുകളയുവാൻ ദൈവത്തിന് മനസ്സില്ല. അതുകൊണ്ട് അവരെ മടക്കി വരുത്തുവാൻ വേണ്ടിയിട്ട് ദൈവം ആ കാലഘട്ടത്തിൽ എടുത്തുപയോഗിച്ച പ്രവാചകനാണ് ഹോശേയ പ്രവാചകൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റൈറ്റർ എന്ന് പറയുന്നത്, ഈ പുസ്തകത്തിൻ്റെ റൈറ്റർ അല്ലെങ്കിൽ എഴുത്തുകാരൻ എന്ന് പറയുന്നത് ഹോശേയ പ്രവാചകൻ തന്നെയാണ്. അപ്പോൾ അതിന് 14 അധ്യായങ്ങളാണ് അതിനകത്തുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പ്രവാചകൻ്റെ അടുത്ത് ദൈവം പറഞ്ഞു, നീ ഒരു പരസംഗം ചെയ്യുന്ന ഒരു സ്ത്രീയെ അല്ലെങ്കിൽ വ്യഭിചാരിണിയായ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രവാചകൻ പോയിട്ട് ഗോമർ എന്ന് പറയുന്നൊരു വ്യഭിചാരിണിയായ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുവാനായിട്ടിടയായി. അപ്പോൾ ഈ വിവാഹം കഴിക്കാൻ പറയുകയും അദ്ദേഹം ആ ഒരു ദൈവത്തിൻ്റെ കൽപ്പനയല്ല, ദൈവത്തിൻ്റെ ആ ഒരു ആജ്ഞ അനുസരിച്ച് വിവാഹം കഴിക്കുകയും ചെയ്തത് എന്തിനാണ്? ഇസ്രായേൽ ജനത്തിന് അവർ ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹത്തിൽ നിന്നും വിട്ട് അന്യ ദൈവത്തിലേക്ക് പോയി അവരുടെ ബുദ്ധിയൊക്കെ എങ്ങനെ ആയിരിക്കുക? കെട്ടുപോയിരിക്കുക. അപ്പോൾ അവർക്കൊരു ദൃഷ്ടാന്തം പോലെ, അവർക്കൊരു എക്സാമ്പിൾ പോലെ കാണിച്ചു കൊടുക്കുവാനാണ് ദൈവം പ്രവാചകനോട് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, എന്തായാലും പ്രവാചകൻ ഒരു ഗോമർ എന്ന് പറയുന്ന ഒരു വ്യഭിചാരിണിയായ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. അപ്പോൾ എന്നിട്ട് ആ സ്ത്രീ എന്താണ്? ആ സ്ത്രീയുടെ അടുത്ത് സ്നേഹത്തോടെയും കരുതലോടെയും ഒക്കെ പ്രവാചകൻ പെരുമാറി. അതിനുശേഷം അവളുടെ തൊഴിൽ അതാണ്, അവൾ അടുത്തയാളെ തേടിപ്പോയി. എങ്കിലും തൻ്റെ സ്നേഹം കൊണ്ട് ആ സ്ത്രീയെ ഈ പ്രവാചകൻ മടക്കി വരുത്തുകയും ഒക്കെ ചെയ്തതാണ് ഇതിൻ്റെ ഇതിവൃത്തം. പക്ഷേ ഇത് എന്തിനാണ് ദൈവം ഇങ്ങനെ ഒരു രീതി തിരഞ്ഞെടുത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ദൈവവും അതുപോലെ തന്നെയായിരുന്നു ഇസ്രായേൽ മക്കളെ എന്താണ് ദൈവത്തിൻ്റെ മണവാട്ടിയായിട്ടാണ് കണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ അവർ ദൈവത്തിൻ്റെ മണവാട്ടിയായിരുന്ന ആ ഒരു ഇസ്രായേൽ ജനം ആ ഒരു മണവാളനെ വിട്ട് മറ്റൊരാളുമായിട്ട് എന്താണ് അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുവാൻ പോയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ബാൽ വിഗ്രഹങ്ങൾ, ദൈവത്തെ വിട്ട് മറ്റ് ദൈവത്തെ മറ്റ് വിഗ്രഹങ്ങളെ ആരാധിക്കുവാനായിട്ട് പോയപ്പോൾ അവരെ മടക്കി വരുത്തുക എന്നുള്ളൊരു ഉദ്ദേശം ദൈവത്തിനുണ്ടായിരുന്നു. കാരണം ആ ജനത്തെ അങ്ങനെ അങ്ങ് വിട്ടുകളയുവാനായിട്ട് ദൈവത്തിന് പറ്റത്തില്ല. കാരണം ഇവർ ദൈവത്തിൽ നിന്ന് അകന്ന് അന്യ വിഗ്രഹങ്ങളെ ആരാധിച്ചു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? അവരുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അവർക്ക് പ്രശ്നങ്ങൾ വന്നു. പ്രതിസന്ധികൾ. അവർക്ക് ഭവനമില്ല, അവർക്ക് പാർക്കുവാൻ വീടുകളില്ല, അവർക്ക് സമാധാനമില്ല, സ്വസ്ഥതയില്ല, അവർക്ക് നല്ല സമൃദ്ധിയുള്ള ജീവിതമില്ല. അങ്ങനെ എല്ലാ വിധത്തിലും അവർ തകർന്നും തരിപ്പണവുമായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് അവരെ മടക്കി വരുത്തുവാൻ ദൈവം പ്രവാചകനെ എഴുന്നേൽപ്പിക്കുന്നത്. അപ്പോൾ പ്രവാചകൻ്റെ ആ ഒരു ജീവിതത്തിലൂടെയുള്ള ഒരു പ്രവചനം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ദൈവം എന്താണ്, അവർ മടങ്ങി വന്നാൽ, അതാണ് ഈ സ്ത്രീ എന്താണ്, ഈ പ്രവാചകൻ്റെ ഭാര്യ ഒരു അവിശ്വസ്തതയായിരുന്നിട്ട് കൂടെ അവളെ മടക്കി വരുത്തി, അല്ലേ? മടക്കി വരുത്തി ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹത്താൽ, അദ്ദേഹത്തിൻ്റെ സ്നേഹത്താൽ അവളെ മടക്കി വരുത്തി എന്ന് പറയുമ്പോൾ, ഇവർ ദൈവത്തെ വിട്ടുപോയ ആ ഒരു ജനം അവർ ദൈവത്തിലോട്ട് മടങ്ങി വരുവാൻ തയ്യാറായി കഴിഞ്ഞാൽ എന്താണ്, ദൈവം ഇതുപോലെ അവരെ സ്വീകരിക്കുമെന്നും അവർക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഓർക്കുക, ഇതെല്ലാം നമ്മളുടെ ജീവിതത്തിലും തരുന്ന പാഠങ്ങൾ എന്താണ്? നമ്മളുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ, എന്ന് വെച്ചാൽ ഒരു ദൈവത്തെ ആരാധിക്കുന്ന ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ വിഷയങ്ങൾ കടന്നു വരത്തില്ല എന്നല്ല, എന്നാൽ നമ്മൾക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത വിഷയങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ, നമ്മൾക്കൊരു പരിഹാരമില്ലാതെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊന്ന് തിരിഞ്ഞ് നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എൻ്റെ ഒരു ദൈവവുമായിട്ടുള്ള എൻ്റെ അടുപ്പം എവിടെ എത്തി നിൽക്കുന്നു? എനിക്ക് ആദ്യകാലങ്ങളിലെ സ്നേഹമുണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് പരിശോധിക്കണം, അല്ലേ? ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു, പാസ്റ്റർ ബിനു വാഴമുട്ടം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സഭയിൽ ഒരു പ്രശ്നം നടന്നപ്പോൾ അവിടെ ഒരു കെ.എ. തോമസ് എന്ന് പറഞ്ഞിട്ട് ഒരു പാസ്റ്ററാന്ന് തോന്നുന്നു, അദ്ദേഹം വിളിച്ചു പറയുന്നതൊക്കെ നമ്മൾ കേട്ടു, അല്ലേ? അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? പുള്ളി പറഞ്ഞത്, ഞങ്ങളിലെ എല്ലാ
സ്വഭാവമുള്ളവരുമുണ്ട്. എന്ന് വെച്ചാൽ കരാട്ടയും കുമ്പും ഒക്കെ ഉള്ളവരുണ്ട്. ഞങ്ങൾ നിങ്ങളെ അടിച്ച് ശരിയാക്കുമെന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? നമ്മളുടെ ഒരു ആദ്യകാലത്തെ ദൈവത്തോടുള്ള സ്നേഹം നമ്മളിൽ നിന്ന് മാറി, അല്ലെ? ദൈവത്തിനോടുള്ള ആദ്യകാലത്തെ സ്നേഹം വിട്ട് കഴിയുമ്പോൾ പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജഡത്തിൻ്റെ സ്വഭാവങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. എന്ന് വെച്ചാൽ ദൈവത്തിലുള്ള വിശ്വാസം നമ്മൾക്ക് കുറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മറ്റു പലതിലും ആശ്രയിക്കും, അല്ലെങ്കിൽ നമ്മളുടെ ബലത്തിൽ ആശ്രയിക്കും, അല്ലെങ്കിൽ നമ്മളുടെ പവറിൽ ആശ്രയിക്കും. അങ്ങനെ പലതിലും നമ്മൾ ആശ്രയിച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദൈവത്തിന് നമ്മളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയാതെ വരും. എന്നാൽ ദൈവത്തിൻ്റെ വചനം എന്താ പറയുന്നത്? യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ മാത്രം ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? പിന്നെ എന്താണ്? ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കാം. അപ്പോൾ ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മളുടെ പവറോ നമ്മളുടെ ബലമോ ഒന്നും നമ്മുടെ അടുത്ത് ഉപയോഗിക്കുക എന്നുള്ളതല്ല ദൈവത്തിൻ്റെ ലക്ഷ്യം. നമ്മൾ ദൈവത്തിൽ അങ്ങ് ആശ്രയിക്കുക. കാരണം എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മളുടെ ബലം ഇത്രയേ ഉള്ളൂ എന്നും നമ്മളുടെ പവർ ഇത്രയേ ഉള്ളൂ എന്നും ഒക്കെ ദൈവത്തിനറിയാം. കാരണം ഇന്ന് നമ്മൾക്ക് അനുകൂലമായി നിൽക്കുന്നവർ നാളെ നമ്മൾക്ക് അനുകൂലമായി നിൽക്കണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, നിന്റെ എപ്പോഴുമുള്ള ആശ്രയം ആരിലായിരിക്കണം? ദൈവത്തിൽ ആശ്രയിക്കണം. അപ്പോൾ ദൈവം അതാത് സമയങ്ങളിൽ വേണ്ടുന്ന വ്യക്തികളെ നമ്മൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും, അനുഗ്രഹങ്ങളെ നമ്മൾക്ക് തരും. എല്ലാം ദൈവം നമ്മൾക്ക് ഒരുക്കി തരുവാനായിട്ട് ഇടയാകുമെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നമ്മൾ വല്ലാത്ത കുരുക്കിലും കെണിയിലും അകപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്നുണ്ടോ? അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ എന്താണ്? നമ്മളും ദൈവവുമായിട്ടൊരു അകൽച്ച വന്നു. ദൈവത്തിനല്ല അകൽച്ച വന്നത്, നമ്മൾക്ക് അകൽച്ച വന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും നമ്മൾ കുറച്ച് മാറി. അപ്പോൾ മാറിക്കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാതെ ഹോശേയ പ്രവാചകന്റെ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് അതിനകത്ത് നിന്ന് വളരെ വ്യക്തമാകും. ദൈവം അവരോട് പറയുന്നുണ്ടല്ലേ, നിങ്ങളെ ഞാൻ നിങ്ങളുടെ വീടുകളിൽ പാർപ്പിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അവർ അന്യദൈവങ്ങളെ ആരാധിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അവർക്ക് അവരുടെ വീടുകൾ പോലും നഷ്ടമായി എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവം കൊടുത്ത സമൃദ്ധിയെല്ലാം കൊണ്ടുവന്ന് ഈ വിഗ്രഹത്തിൻ്റെ മുൻപിലോട്ട് അങ്ങ് കൊടുത്തു. ദൈവം കൊടുത്ത പൈസയൊക്കെ ആർക്ക് കൊടുത്തു? ഈ വിഗ്രഹത്തിന് അങ്ങ് കൊടുത്തു. അതിനെന്തെങ്കിലും തിരിച്ചു തരുവാൻ പറ്റുമോ? ഒന്നും അതിന് തിരിച്ചു തരുവാൻ പറ്റത്തില്ല. ഇനി ഇതൊക്കെ നമ്മൾക്ക് തന്നതാരാ? നമ്മളുടെ ദൈവമാണ്. അതങ്ങ് മറന്നു. അപ്പോൾ ഓർക്കുക, നമ്മൾക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങൾ അത് ദൈവം പറയുന്നിടത്ത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഉപയോഗിക്കുവാനായിട്ട് പാടുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ, അദ്ദേഹത്തിൻ്റെ ഒരു ആശാരി ഉപദേശി, അദ്ദേഹത്തിൻ്റെ ഒരു മകൻ പറയുന്ന ഒരു കാര്യം കേട്ടു. അദ്ദേഹത്തിന് ഒത്തിരി പൈസയൊക്കെ വന്നു, ശുശ്രൂഷ ചെയ്തും ഒത്തിരി പൈസ വന്നപ്പോൾ ഇദ്ദേഹം ഏതാണ്ട് ഒരു അമ്പലത്തിന് പുനർസൃഷ്ടിക്കൊക്കെ വേണ്ടിയിട്ട് ഇദ്ദേഹം പൈസ കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം നമ്മൾ ആരാധിക്കുന്ന ദൈവം നമ്മൾക്ക് തന്ന പൈസ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊടുക്കേണ്ടതല്ല. ദൈവമാണ് നമ്മൾക്ക് തന്നത്. ഇദ്ദേഹം ശുശ്രൂഷ ചെയ്തതാ, അല്ലേ? ശുശ്രൂഷ ചെയ്ത് കിട്ടിയ പണം ശരിക്കും ദൈവം കൊടുത്തതാ, അല്ലേ? അപ്പോൾ ആ ഒരു പൈസയുടെ കണക്ക് നമ്മൾ ആർക്ക് കാണിക്കണം? ദൈവത്തിന് കാണിക്കണം. അപ്പോൾ ഓർക്കുക, നമ്മളുടെ ജീവിതത്തിൽ ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ ദൈവഹിതമല്ലാത്ത ഒരിടത്തും കൊണ്ടുപോയി കളയുവാൻ നമ്മൾ ശ്രമിക്കരുത്. ഓർക്കുക, നമ്മൾ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവഹിതമല്ലാത്ത പലയിടത്തും നമ്മളുടെ സാമ്പത്തികം പോകുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ശോധന ചെയ്യണം. രണ്ടാമത്തത്, ദൈവം നമ്മൾക്ക് തന്ന സാമ്പത്തികം നമ്മൾ ആരാധിക്കുന്ന ദേവാലയത്തിനകത്ത് ദൈവത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കണം. ദൈവം എടുത്തുകൊണ്ട് പോകുകയല്ല ചെയ്യുന്നത്. ഞാനത് ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ആ ആലയത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണ് കൊടുക്കുന്നത്? ദൈവത്തിന് കൊടുക്കുന്നത് പോലെയാണ് കൊടുക്കുന്നത്, അല്ലേ? അപ്പോൾ അതൊക്കെ നമ്മൾ കൊടുക്കണം. ദൈവത്തിന് കൊടുക്കാനുള്ള ഒരു തീരുമാനമൊക്കെ നമ്മളുടെ മനസ്സിൽ നമ്മളൊന്ന് എടുത്തു നോക്കിക്കും. ദൈവഹിതമല്ലാത്തൊരിടത്തേക്ക് എൻ്റെ 5 പൈസ, ദൈവം തരുന്നൊരു 5 പൈസ പോലും ഞാൻ കൊടുക്കത്തില്ല. എന്ന് വെച്ചാൽ ആർഭാടങ്ങൾക്ക് വേണ്ടി ഞാൻ ചെലവഴിക്കത്തില്ല. ഈ ഒരു തീരുമാനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലൊന്ന് എടുത്തു കഴിയുമ്പോൾ ദൈവം നമ്മളുടെ അവസ്ഥകളെയൊക്കെ മാറ്റും. നമ്മളുടെ പിന്മാറ്റത്തെ ദൈവം എന്ത് ചെയ്യും? ചികിത്സിച്ച് നമ്മളെ മടക്കി കൊണ്ടുവരിക തന്നെ ചെയ്യും. നമ്മൾ ദൈവത്തോട് ഏറ്റുപറയണം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ പറ്റിപ്പോയ തെറ്റുകൾ, എൻ്റെ അകൃത്യങ്ങൾ, ദൈവത്തെ വിട്ട് ഞാൻ പലപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ചതും, അല്ലെങ്കിൽ മറ്റുള്ളവർ ആരാധിക്കുന്ന ആ ഒരു സ്ഥലങ്ങളിൽ നിന്നും അവർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെ നോക്കിപ്പോലും നമ്മൾ അയ്യോ, അവർ ആരാധിച്ചിട്ട് അവർക്ക് അത് കിട്ടുന്നുണ്ടല്ലോ, ഇത് കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള ചിന്തകൾ പോലും നമ്മളുടെ മനസ്സിലോട്ട് വന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ നമ്മുടെ ദൈവത്തിനെ കഴിഞ്ഞും അതിനെ അങ്ങ് ആശ്രയിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ മനസ്സിനെ ഒന്ന് ശോധന ചെയ്യണം. പലപ്പോഴും നമ്മൾ വിചാരിക്കുമ്പോൾ ഞാൻ
പോകുന്ന പള്ളിയിൽ തന്നെയാണല്ലോ പോകുന്നത്, അപ്പുറത്തോട്ടൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെ വിഗ്രഹാരാധന വരുന്നത്? അപ്പോൾ ഈ വിഗ്രഹാരാധന എന്ന് പറയുന്നത് എന്താണ്? വിഗ്രഹാരാധന എന്ന് പറയുന്നത് ദൈവം അതിനെ പരസംഗമായിട്ടാണ് അതിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വിഗ്രഹാരാധന അല്ലെങ്കിൽ പരസംഗം നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ദൈവത്തിനെ കഴിഞ്ഞും നമ്മൾ മറ്റെന്തിനെങ്കിലുമൊക്കെ സ്ഥാനം കൊടുക്കുമ്പോൾ, കുറേ സ്ഥാനമാനങ്ങൾക്കോ പൈസയ്ക്കോ പദവിക്കോ എന്തിനെങ്കിലുമൊക്കെ നമ്മൾ സ്ഥാനം കൊടുത്ത് ദൈവത്തെ കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു വിഗ്രഹാരാധന അല്ലെങ്കിൽ ഒരു പരസംഗം വന്നു കഴിഞ്ഞു എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ദൈവത്തോടൊന്ന്, ഞാൻ ഉൾപ്പെടെ നമ്മൾ ദൈവത്തോടൊന്ന് മാപ്പ് പറഞ്ഞ് മടങ്ങി വരുവാൻ തയ്യാറാവുക. എന്നിട്ട് ദൈവമേ ഞങ്ങളെ ഒന്ന് മടക്കി വരുത്തണമേ എന്ന് പ്രാർത്ഥിച്ചു വരുമ്പോൾ ഒരിക്കലും ഒരപ്പൻ മക്കളെ തള്ളിക്കളയത്തില്ലല്ലേ? കാരണം ഈ മക്കളെന്ന് പറയുന്നത് അപ്പൻ്റെയും അമ്മയുടെയും അവരുടെ ജീവനാണ് അല്ലേ? അവരെത്ര തെറ്റ് ചെയ്താലും എത്ര കുരുത്തക്കേട് കാണിച്ചാലും 2 അടി കൊടുത്തിട്ടാണെങ്കിലും അവരെ തിരിച്ചു കൊണ്ടുവരും. എങ്ങോട്ട് കൊണ്ടുവരും? നമ്മുടെ അടുത്തോട്ട് തന്നെ കൊണ്ടുവരും അല്ലേ? നമ്മുടെ ഒരു വീട്ടിലോട്ട് തന്നെ അവരെ മടക്കി കൊണ്ടുവരും. കാരണം എന്തുകൊണ്ടാണ്? ഒരപ്പനും അമ്മയ്ക്കും തൻ്റെ മക്കളെ ഉപേക്ഷിക്കുവാനായിട്ട് പറ്റത്തില്ല. ഇനി അവർ എന്തൊക്കെ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും എന്തൊക്കെ കുരുത്തക്കേടുകൾ കാണിച്ചു എന്ന് പറഞ്ഞാലും സ്വന്തം അപ്പനും അമ്മയ്ക്കും അവരെ ഉപേക്ഷിക്കുവാൻ കഴിയത്തില്ല. നാട്ടുകാർ ഉപേക്ഷിക്കും, നാട്ടുകാർ കഥ പറയും, അതൊക്കെ വേറെ വശം. കാരണം അവർക്ക് ബന്ധമില്ല. എന്നാൽ ഈ ബന്ധമുള്ള സ്വന്തം ചോരയായ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കാൻ ആർക്ക് കഴിയത്തില്ല? ഒരപ്പനും അമ്മയ്ക്കും കഴിയത്തില്ല. അതുപോലെ തന്നെ ഇനി ഞാൻ ഒരൊറ്റ എക്സാമ്പിൾ പറയട്ടെ. നമ്മുടെ വീട്ടിൽ നമ്മൾക്കിപ്പം പേരൻസ് ആയിരിക്കുന്നവർക്കോ അല്ലാത്തവർക്കോ ഇനി അനിയനോ അനിയത്തിയോ ആകട്ടെ, ഒരു വിരൂപനായ ഒരു കൊച്ചുണ്ടായി എന്ന് വിചാരിച്ചു. നമ്മൾ അടുത്ത വീട്ടിൽ നല്ല സുന്ദരനായൊരു കൊച്ചുമുണ്ടായി. അപ്പോൾ നമ്മൾ നമ്മുടേതിനെ കളഞ്ഞിട്ട് അതിനെ ശുശ്രൂഷിക്കാൻ പോവുമോ? അല്ലെങ്കിൽ അതിനെ സ്നേഹിക്കാൻ പോവുമോ? ഇല്ല. നമ്മളാരെയാണ് സ്നേഹിക്കുന്നത്? നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ചോരേനെ നമ്മൾ സ്നേഹിക്കത്തുള്ളൂ. അതെന്തുകൊണ്ടാണ്? ആ ഒരു അപ്പൻ മക്കൾ അല്ലെങ്കിൽ സഹോദരങ്ങൾ എന്നുള്ള ആ ഒരു ആത്മാർത്ഥത അത് അതിനകത്തുണ്ട് അല്ലേ? ആ ഒരു രക്തബന്ധത്തിൻ്റെ ഒരു വില അതിനകത്തുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മളെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ അല്ലെങ്കിൽ നമ്മളെ സൃഷ്ടിച്ച നമ്മളുടെ ദൈവത്തിന് നമ്മളെന്നും മക്കൾ തന്നെയാണ്. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ എന്ത് കുറവുകളും പോരായ്മകളും പ്രശ്നങ്ങളും ഒക്കെ വന്നു എന്നിരിക്കട്ടെ, നമ്മുടെ ദൈവത്തോടൊന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ മുൻപിൽ സബ്മിറ്റ് ചെയ്യുവാൻ തയ്യാറാകണം കേട്ടോ. നമ്മളെ ന്യായീകരിക്കല. ദൈവമേ പറ്റിപ്പോയി, അപ്പം എൻ്റെ ജീവിതത്തിൽ ചില തെറ്റുകളും ചില കുറവുകളും ഒക്കെ പറ്റിപ്പോയി, ദൈവത്തിനെ കഴിഞ്ഞ് ഞാൻ മറ്റു പലതിനെയും ആശ്രയിച്ചു പോയി, ദൈവമേ അങ്ങനോട് ക്ഷമിക്കണമേ, എന്നെ ഒന്ന് മടക്കി വരുത്തണമേ എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വീകരിച്ച് ചേർക്കുന്നൊരു ദൈവം തന്നെയാണ് നമ്മുടെ ദൈവം. കാരണം അവിടുന്ന് നമ്മളുടെ അപ്പനാണ്, നമ്മളുടെ പിതാവാണ്. ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. നമ്മളെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണ്. പിശാചിൻ്റെ അടിമത്തത്തിൽ കിടന്ന് നമ്മളെ തൻ്റെ സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണ്. അപ്പോൾ ഈ സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതിന് പിന്നെയും ഇങ്ങോട്ട് പിശാചിൻ്റെ കരത്തിലോട്ട് വിട്ടുകൊടുക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് മടങ്ങി വരിക. അപ്പോൾ മടങ്ങി വന്ന് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് മടങ്ങി വന്ന് ദൈവത്തെ ഒന്ന് ആശ്രയിക്കുവാൻ, ആദ്യകാലങ്ങളിൽ ദൈവം നമ്മൾക്ക് ചെയ്ത ആ ഒരു സ്നേഹവും ആ ഒരു കരുതലും നമ്മുടെ ദൈവത്തോട് കാണിച്ച ഒരു സ്നേഹവും അതിലേക്കൊക്കെ ഒന്ന് മടങ്ങി വരുവാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മൾക്ക് നഷ്ടപ്പെട്ടതിനെല്ലാം ദൈവം നമ്മൾക്ക് മടക്കിത്തരും. നമ്മൾക്ക് നഷ്ടപ്പെട്ട നമ്മളുടെ സമാധാനം, സമൃദ്ധി എല്ലാം ദൈവം നമ്മൾക്ക് മടക്കിത്തരും. അതുകൂടാതെ നമ്മൾക്കൊരു സ്വന്തം ഭവനമില്ലെങ്കിൽ അതുപോലും ദൈവം നമ്മൾക്ക് വേണ്ടി ഒരുക്കിത്തരും. അങ്ങനെ കരുതുന്ന ദൈവമാണ് കേട്ടോ. നമ്മൾ പാർക്കുന്ന ഇടത്ത് നമ്മൾക്ക് സമാധാനമില്ല എങ്കിൽ ദൈവം നമ്മൾക്ക് വേണ്ടി അതുവരെ ഒരുക്കുന്ന ദൈവമാണ്. അത് നമ്മളുടെയൊക്കെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളല്ലേ? അതുകൊണ്ട് നമ്മൾ ആ ദൈവത്തിലോട്ട് മടങ്ങി വരിക. കാരണം ദൈവത്തെ പോലെ നമ്മളെ സ്നേഹിക്കാൻ മറ്റാർക്കും കഴിയത്തില്ല. കാരണം പലരും നമ്മളുടെ ജീവിതത്തിൽ തെറ്റുകൾ വരുമ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തി നമ്മളെ മാറ്റി നിർത്തും, അല്ലെങ്കിൽ നമ്മളെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തും. എന്നാൽ ദൈവം ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. അതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തെ പോലെ നമ്മളെ കരുതുവാൻ, ദൈവത്തെ പോലെ നമ്മളെ സ്നേഹിക്കുവാൻ മറ്റാർക്കും കഴിയത്തില്ല എന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ ദൈവത്തിലോട്ട് മടങ്ങി വരിക. ദൈവത്തിൽ പരിപൂർണമായും ആശ്രയിക്കുക. അപ്പോൾ നമ്മളുടെ അവസ്ഥകൾ മാറും, നമ്മളുടെ സ്ഥിതികളെ ദൈവം മാറ്റും, നമ്മളെ മാന്യതയുള്ളവരാക്കി ദൈവം മാറ്റും. അനുഗ്രഹത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകാനായിട്ട് ഇടയാകും. ദൈവമല്ലാതെ മറ്റൊരിടത്തുനിന്ന് നമ്മൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം, ഒരു അനുഗ്രഹമില്ല എന്ന് തിരിച്ചറിയുക. എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.